ഇസ്രായേൽ പാലസ്തീൻ കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും മുനമ്പായി മാറിയ യുദ്ധഭൂമികൾ. യുദ്ധം ബാക്കിയാക്കുന്നത് ജീവനറ്റ ശരീരങ്ങളെയും ജീവിതമറ്റ മനുഷ്യരെയുമാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത അച്ഛനെയും കാത്ത ഗാസയിലെ ആശുപത്രി വരാന്തയിൽ വിറയലോടെയിരിക്കുന്ന ഹയ എന്ന പെൺകുഞ്ഞിനും അവരുടെ മണ്ണിൽ അനുദിനം മരിച്ചു വീഴുന്ന ആയിരക്കണക്കിന് സാധു മനുഷ്യത്വം സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ പാർപ്പിടങ്ങൾ. ഉണ്ണി, നിന്റെ കുറുമ്പ് കൂടുന്നുണ്ട്. നീ ഇത് കഴിച്ചേ. അമ്മയുടെ മുത്തല്ലേ, ചക്കര കുട്ടനല്ലേടാ. പൊന്നുവാങ്ങല്ലേ, വാ കാണിച്ച് ഒരു വായു. വീടുക്കൻ അമ്മയുടെ കൂടെ വീടുക്കൻ കേട്ടോ. ഉണ്ണി, ഈ ഒരു ഗ്ലാസ് പാലോടെ കുടിച്ചാൽ തീർന്നു. പിന്നെ അമ്മ എന്റെ ഉണ്ണിക്കുട്ടനെ പാട്ടുപാടി ഉറക്കാലോ. ഉണ്ണിക്ക് വേണ്ട അമ്മേ. അമ്മ പറഞ്ഞാൽ പറ്റില്ലുണ്ട്. ഉണ്ണിക്ക് വലിയ ഉണ്ട്, വലിയ ആളുണ്ട്. കുടിച്ചത് മിടുക്കലുണ്ട്. അങ്ങനെ അങ്ങനെ മിടുക്കൽ. ഉറങ്ങാൻ നേരമില്ലേ? ഉണ്ണിക്ക് ഉറങ്ങണ്ട, ഉണ്ണിക്ക് കഴിച്ചാ മതി. ഉണ്ണിക്ക് അമ്മ പാട്ട് പാടിത്തരാലോ. അങ്ങ് വാനക്കോണില് നിന്നി നിന്നൊരമ്പിളി, അമ്പിളിത്തലയ്ക്കുള്ളില് ചോര കൺമുയൽ. നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേർക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം മാവേ. കഥ കേട്ട് മെല്ലെ മിഴി പോട്ട് മാറി തോടി ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ. കഥയറിവുണ്ടോ തമ്പ്രന്മാരെ കാറ്റുകുരുക്കാറായി
മേൽക്കോയ് മകളെ കത്തിയിരിക്കാൻ തീമഴ പെയ്യാനായി. ജീസസ് ജീസസ് നമുക്ക് ഉണ്ണി എഴുന്നേൽപ്പിച്ചാലോ? സ്വർഗത്തിലാണെന്നറിയുമ്പോൾ അവന് സന്തോഷമാകും. ഉറങ്ങുന്നവർക്ക് ഉറക്കമാണ് സ്വർഗം മിഖായേൽ, ഉണർന്നിരിക്കുന്നവർക്ക് ഉണർവ്. അതുകൊണ്ട് ഉണ്ണിയെ വിളിക്കണ്ട, അവൻ ഉറങ്ങട്ടെ. ഞാനിത് എവിടെയാ അമ്മേ? ഏതാ ഈ സ്ഥലം? ഇതാണ് സ്വർഗം. ഒരു നാൾ എത്തിച്ചേരുമെന്ന് അമ്മ പറയാനുള്ള ഇടമില്ലേ? ആ സ്വർഗം തന്നെ. അമ്മ പറയാറുണ്ട്. അപ്പോ നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ നല്ല ചോദ്യമായി. ഉണ്ണി ഒന്നിങ്ങോട്ട് നോക്കി. ഇതാണ് ജോഷുവ. അയ്യോ അല്ല, ഈശോ. നീയൊന്നും പ്രാർത്ഥിക്കാനുള്ള ദൈവമില്ലേ? ആ ദൈവം തന്നെ. പിന്നെ ഇതാണ് ഗബ്രിയേൽ, വലിയ ഒട്ടകാരൻ. പിന്നെ ഇത് റഫായേൽ, ഇവിടത്തെ ഡോക്ടർ. ഇനി ഞാനാരാണെന്ന് ഉണ്ണിക്ക് മനസ്സിലായോ? പറയണ്ട, എനിക്ക് മനസ്സിലായി. മിഖായേൽ മാലാഖയല്ലേ? അതെങ്ങനെ മനസ്സിലായി? അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, മിഖായേൽ മാലാഖയുടെ കയ്യിൽ ഒരു വാളുണ്ടെന്ന്. പിന്നല്ല, ഈ വാള് കൊണ്ടല്ലേ ഞാൻ. ഓ, പിന്നെ തുടങ്ങി. അതൊക്കെ പോട്ടെ. ഉണ്ണിക്ക് സ്വർഗം ഇഷ്ടായോ? അല്ല, ഉണ്ണിക്ക് എന്താ വേണ്ടേ? ഉണ്ണി എന്ത് വേണം ചോദിച്ചോളൂ. ഉണ്ണിക്ക് അമ്മയെ കണ്ടാൽ മതി. ഉണ്ണിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ഇല്ല, അമ്മയില്ലാണ്ട് ഉണ്ണിക്ക് ഇരിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഉണ്ണിനെ എനിക്ക് ഇപ്പൊ അമ്മയെ കാണാം. അമ്മ എന്തേ? ഉണ്ണിനെ കഴിയണ്ട, അമ്മ അടുത്തുണ്ട്. ഉണ്ണി കണ്ണു തുറച്ചിട്ട് ഈ സ്വർഗമെല്ലാം ഒന്ന് നോക്കിക്കേ. വേണ്ട, ഉണ്ണിക്ക് ഇപ്പൊ അമ്മയെ കാണണം. അമ്മയില്ലാത്ത സ്വർഗം എങ്ങനെയാ സ്വർഗമാവാ? ഉണ്ണിയുടെ അമ്മ എന്തേ? പറ, ഉണ്ണിയുടെ അമ്മ എന്തേ? എന്റെ പൂങ്കാവിരങ്ങോ പോയി. ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എന്റെ പൂങ്കാവിരങ്ങോ പോയി. എന്റെ പൂങ്കാവിരങ്ങോ പോയി. ഉത്തരം കൊടുക്കു ജോഷുവ, നീ വലിയ ക്രിസ്തുവല്ലേ, സ്വർഗാധിനാഥൻ. എന്നിട്ടല്ലേ ഈ കുഞ്ഞിന്റെ ചോദ്യത്തിനു മുമ്പിൽ ഉത്തരം മുട്ടിപ്പോയോ? സുഖം മുഴുവനും നിന്റെ കരത്തിൽ അടിയടിക്കുന്നത് നീ കേട്ടില്ലേ? ഇതാണോ സ്വർഗത്തിലെ സന്തോഷം? സ്വർഗമോ? ഇതാണോ സ്വർഗം? വിലാപവും പല്ലുകളിയുമാണ് നരകമെങ്കിൽ ഇത് നരകമല്ലേ? വിലാപത്തിന് നരകം. അങ്ങ് കൽപ്പിച്ചാൽ ഈ തിന്മയുടെ ശക്തികളെ ഞാൻ ഇപ്പോൾ തന്നെ ഉന്മൂലനം ചെയ്യാം. തിന്മയെ ഇല്ലാതാക്കിക്കൊണ്ടല്ല മിഖായേൽ നമ്മെ സ്ഥാപിക്കുന്നത്, നന്മ കൊണ്ടുവരണം അവൻ ജയിക്കാൻ. നന്മയെ പറ്റി നീ പറയും. എന്ത് നന്മയാണ് ഈ കുഞ്ഞിന്റെ കരച്ചിലുള്ളത്? ഈ കുഞ്ഞിന്റെ അനാഥത്വമാണോ നിന്റെ നന്മ? ഈ കുഞ്ഞിന്റെ അമ്മയെ വൈദ്യുതിയിലേക്ക് തള്ളിവിട്ടവരാണോ നീ
ചുറ്റും കൂടി തല്ലിക്കൊന്നവരിലാണോ നീ പറഞ്ഞ നന്മ? തിരിച്ചറിയാൻ പ്രായമാകാത്ത ഒരു പെൺകുട്ടിയെ പോലും ഈ വീട്ടിലേക്ക് വലിച്ചെടുക്കാനും പിന്നെ വലിച്ചു പഠിക്കാനും മടിയില്ലാത്ത മനുഷ്യനാണ് നീ പറഞ്ഞ സ്വർഗമുള്ളത്. ഇവൻ മനുഷ്യനാണോ? കണ്ണിൽ കരുണയേക്കോ മൃഗങ്ങളെക്കാൾ ക്രൗര്യമേലോ? നരകം പേരുന്നവർ. അതുകൊണ്ട് ക്രിസ്തു നീ നോക്കിയിരിക്കുന്നു. ഈ കുഞ്ഞിന്റെ കരത്തിന് മുമ്പിൽ സ്വർഗം നോക്കിയിരിക്കുന്നു. അല്ല ഇവർ നിന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ഇല്ല ലൂസിഫർ, നന്മ ഒരിക്കലും പരാജയപ്പെടില്ല. അന്തിമമായ തോൽവി അത് തിന്മയ്ക്കാം, അത് നിനക്കാം. നോക്ക്, നിങ്ങളെ നോക്കിക്കൊല്ലുമ്പോൾ മക്കളൊന്നും നേരം ചുറ്റുവരിക്കുമ്പോൾ മുക്കിയൊരായുധം തന്നെ കയറിയിറങ്ങുമ്പോൾ പിറന്ന മണ്ണിൽ നിന്നും ഞങ്ങളെ അട്ടിയിറക്കുമ്പോൾ പിടിച്ചു കെട്ടാനാകാം വെള്ളിനാദങ്ങൾ ഇത് തുടരാൻ നാം അനുവദിക്കരുത്. നാം മൗനം തുടർന്നുകൂടാ. ചുറ്റിലും തിന്മ ഇങ്ങനെ അരങ്ങുവാഴുമ്പോൾ എങ്ങനെ നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയും? നമ്മിലെ നന്മ കെട്ടുപോകുവാൻ നാം അനുവദിക്കരുത്. നമ്മുടെ ക്രിസ്തുവിനെ നാം കൈവിട്ടുകൂടാ. നാം മൗനം വെടിയണം. ഭൂമിയിൽ സ്വർഗം പണിയുവാൻ നമ്മുടെ കരങ്ങൾ ക്രിസ്തുവിന് ആവശ്യമുണ്ട്. നിങ്ങൾക്കുണ്ടോ സ്വർഗം പണിയാൻ പോകുന്ന കരങ്ങൾ? എങ്കിൽ വരൂ, നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കോർക്കാം. ഭൂമിയിൽ ഒരു പുതിയ സ്വർഗം പണിയാം. വരൂ. ലൂസിഫർ, നോക്കൂ, ഭൂമിയിലേക്ക് നോക്കൂ. നീ കേൾക്കുന്നില്ലേ പുതിയ സ്വർഗത്തിന്റെ മാറ്റുലി? നീ ചോദിച്ചില്ലേ കണ്ണുനീരിന്റെ ഇടമാണോ സ്വർഗമെന്ന്? ഇവർ പറയുന്നു കണ്ണുനീർ തുടച്ചു മാറ്റുന്നിടമാണ് സ്വർഗം. നീ പരാജയപ്പെട്ടിരിക്കുന്നു ലൂസിഫർ. നിങ്ങൾക്കിനി മടങ്ങാം. ഇനി ഭൂമിയിലും നിങ്ങൾക്കിടമില്ല. ഞാൻ വിതച്ച വിത്തുകളൊന്നും പാഴായി പോയിട്ടില്ല. വീഴുമ്പോൾ താങ്ങുന്നവരുടെ കൈകളിലാണ്, ഉപേക്ഷിക്കപ്പെട്ടവരെ സ്വീകരിക്കുന്ന ഹൃദയത്തിലാണ് സ്വർഗത്തിന്റെ മാർപ്പിടം. ഈ പിഞ്ചുകുഞ്ഞിന്റെ കണ്ണുനീരിന് ഉത്തരം ഇനി ഇവർ പറഞ്ഞു. കാരണം ഇവരാണ് ഭൂമിയിൽ സ്വർഗം പണിയുന്നത്.